So hi guys, welcome to yet another video of Tales of Nandu. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ടൈറ്റിലും തമ്പനയിലും കണ്ടതുപോലെ ജൂലൈ 11 മുതൽ ഓഗസ്റ്റ് 9 വരെ എന്താണ് ഈ പ്രത്യേകത ആൻഡ് എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ജൂലൈ 11 ഇടാതെ ജൂലൈ 14 ഇടുന്നത്. സോ നമുക്ക് ഇതിന് എന്താണ് ഇതെന്നൊക്കെ പറയുന്നതിന് മുന്നേ ലെറ്റ് മീ ടോക്ക് യു സംതിങ്. ലൈക്ക് ഞാൻ കുഞ്ഞിലേ മുതലേ ഒരു ഭയങ്കരമായൊരു ശിവ ഡിവോട്ടിയാണ്. അതായത് എനിക്ക് മഹാദേവനെയും ശിവനെ എന്നൊക്കെ വെച്ച് എനിക്ക് അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഓരോ ആൾക്കാർക്കും ഓരോ ഒരു ദൈവത്തിനോട് ഭയങ്കര ചിലർ ഭയങ്കര ഒരു ഗണപതിയുടെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്ക്, ചിലർക്ക് പാർവതി മാതാവിന് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കായിരിക്കും. അങ്ങനെ പലർക്കും പല ദൈവങ്ങളായിരിക്കും ഇഷ്ട ദൈവങ്ങൾ കാണുമല്ലോ. അങ്ങനെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ദൈവം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ വിളിക്കുന്ന ദൈവം എന്നൊക്കെ പറയുന്നത് മഹാദേവൻ തന്നെയാണ്. അപ്പം എനിക്ക് കുഞ്ഞിലേ മുതൽ എന്തോ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ 10-14 വർഷം മുമ്പ് നമ്മൾ 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അപ്പോഴാണെന്ന് തോന്നുന്നു കൈലാസം അതിനൊക്കെ റിലീസ് ആവുന്നൊരു ടൈമുണ്ട്. ഞാൻ ഇരുന്നങ്ങ് കാണുമായിരുന്നു. കാരണം എനിക്ക് അറിയണ്ടല്ലോ എന്താണ് നമുക്ക് കേൾക്കുന്ന അറിവില്ലല്ലോ. അപ്പം കൂടുതൽ നമുക്ക് അറിയാൻ പറ്റുമോ ശിവനെ പറ്റി. അങ്ങനെ ഇരുന്ന് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം കൂടുതൽ അറിഞ്ഞപ്പോൾ കൂടുതൽ ഞാൻ അടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ശിവനുമായിട്ട്. അങ്ങനെ ഇപ്പോ വീണ്ടും ഞാൻ ആ എപ്പിസോഡ്സ് ഒക്കെ ഇരുന്ന് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം മലയാളം ഇല്ല, അപ്പം മറ്റേ ദേവോങ്കി ദേവ് മഹാദേവ് എനിക്ക് ഒറിജിനൽ സാധനം ഉണ്ടല്ലോ, അത് ഹോട്ട്സ്റ്റാറിലിരുന്ന് ഞാൻ കാണാറുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ടൊരു ശിവ ഡിവോട്ടിയാണ്. അപ്പൊ ശിവ ഡിവോട്ടി ആയിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്ളോഗ് തന്നെയായിരിക്കും ഇത്. അല്ലാത്തവർക്ക് ഇഷ്ടമാവും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ കുറച്ചുകൂടെ ഫേവർ ആവുന്നത് ശിവ ഡിവോട്ടീസിനായിരിക്കും. പിന്നെ ഇതെന്ന് പറയുമ്പം ഈ ഒരു ജൂലൈ 11 മുതൽ ഓഗസ്റ്റ് 9 സാവൻ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. അത് നോർത്ത് ഇന്ത്യസ് പറയുന്നത്. കൂടുതൽ അവരാണിത് ചെയ്യുന്നത്. ശ്രാവണ മാസം എന്നും പറയും. എന്ന് പറയുമ്പം ഇറ്റ്സ് എ സേക്രഡ് മന്ത് ഓഫ് ലോർഡ് ശിവ എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ഈ ഒരു മന്തില് ഭയങ്കരമായൊരു കാര്യങ്ങള് പണ്ട് നടന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഹിന്ദു മിത്തോളജി അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ സ്ക്രിപ്റ്റേഴ്സിലൊക്കെ ഒരുപാട് ഇങ്ങനെ നടന്നിട്ടുണ്ട്. പല പല കഥകളാണ് പറയുന്നത്. അപ്പൊ ഞാൻ കുറച്ച് റിസർച്ച് ഒക്കെ നടത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കുറച്ച് കഥകൾ. അപ്പൊ എനിക്ക് അറിയാവുന്നതും ഞാൻ മനസ്സിലാക്കിയതുമായിട്ടുള്ള കുറച്ച് കഥകളുണ്ട്. അപ്പൊ ആ കഥകൾ നിങ്ങളോട് ഷെയർ ചെയ്ത് എന്താണ് ഈ ശ്രാവണ മാസം എന്ന് നിങ്ങളെ കുറച്ചുകൂടെ മനസ്സിലാക്കി. അപ്പോൾ ആരെങ്കിലും ഇത് മിസ് ഔട്ട് ആവുന്നുണ്ടെങ്കിൽ അവർക്ക് ബെനിഫിറ്റ് ആയിട്ട്, ഇപ്പൊ ഭയങ്കര ഡിവോട്ട് ആയിട്ട് നിൽക്കുന്നവർക്ക് ഈ ഒരു മാസത്തിൽ ഇങ്ങനെ ഫാസ്റ്റിംഗ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ എനിക്കറിയാവുന്നതുപോലെ തെറ്റുകൾ കാണുമായിരിക്കാം, ചിലപ്പോൾ ഞാൻ പലതും മിസ് ഔട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ സ്റ്റിൽ എനിക്ക് പറ്റുന്ന ബെസ്റ്റ് നോളജ് ഞാൻ തരുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്താണെന്ന് വീട്ടിലോട്ട് പോകാം. ഓക്കെ, നമ്മുടെ ഈ ഒരു ശ്രാവൺ മന്ത്, അതായത് ജൂലൈ 11 മുതൽ ഓഗസ്റ്റ് 9 വരെയുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് ശ്രാവണ മാസം എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ശ്രാവൺ മന്ത് എന്നാണ് പറയുന്നത്. അതായത് ലോർഡ് ശിവയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് ദിവസങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇതിന്റെ അകത്തിന് 4 തിങ്കളാഴ്ചകളാണ് വരുന്നത്, 4 മൺഡേസ്. ഈ ഒരു 4 മൺഡേസ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള പവർ കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ സോമവാർ സാവൻ വൃദ്ധ എന്നാണ് പറയുന്നത്. സോമവാർ മൺഡേ സാവൻ വൃദ്ധ എന്നാണ് പറയുന്നത്. ഈ ഒരു അതായത് ജൂലൈ 14, അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഇന്നായിരിക്കും. ഞാൻ എടുക്കുന്നത് 14 പക്ഷെ നിങ്ങൾ കാണാൻ പോകുന്നത് ജൂലൈ 14, അതായത് ഇന്നൊരു സോമവാര വ്രതമായിരുന്നു. ജൂലൈ 21, ജൂലൈ 28 ആൻഡ് ഓഗസ്റ്റ് 4 കറക്റ്റാ. ഈ 4 ദിവസങ്ങളാണ് സോമവാർ വ്രതം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മിസ്സായെങ്കിൽ ബാക്കി 3 ദിവസം നിങ്ങൾ എടുത്താലും മതി. ഇനി എന്താണെന്ന് പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞത് കുറെ സ്ക്രിപ്റ്റേഴ്സ് കണക്ക് പലതും പല കാര്യങ്ങളും പറയുന്നുണ്ട്. ആദ്യമായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ, ഒരിക്കൽ നമ്മുടെ ലോർഡ് വിഷ്ണു, അതായത് നമ്മൾ നാരായണൻ എന്ന് പറയും, വിഷ്ണു ഭഗവാൻ ഒരു യോഗ നിദ്രയിലോട്ട് പോയി. അതായത് കുറെ കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു മെഡിറ്റേഷനാണ്. അതിലോട്ട് പോയപ്പോഴത്തേക്കും ഈ ഭൂമിയുടെ നമ്മുടെ ഈ ഇതിന്റെയൊക്കെ സൃഷ്ടാവ് എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാനാണല്ലോ. അപ്പോ ഈ യോഗനിദ്രയിലേക്ക് പോകുന്നതിന് മുമ്പ് ശിവ ഭഗവാനെയാണ് ഈ ഒരു കാര്യങ്ങളെ ഏൽപ്പിച്ചിരുന്നത്. അതായത് ഈ ക്രീച്ചേഴ്സിനെയും എല്ലാത്തിനെയും നോക്കണം, സംരക്ഷിക്കണം എന്ന ദൗത്യം കൊടുത്തിട്ട് പോകുന്നത് ലോർഡ് ശിവയ്ക്ക് ഈ ഒരു മന്ദിരാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ഒരു ദിവസങ്ങളിലായിരുന്നു ലോർഡ് ശിവ ഇസ് എ ലോർഡ് ഓഫ് ഡിസ്ട്രക്ഷൻ. അപ്പം എല്ലാത്തിന്റെയും സംഹാര രൂപീനാണ് ശിവനെ പറയുന്നത്.
അപ്പം ഈ ഒരു വിഷ്ണുവിന്റെ ദൗത്യവും കൂടെ ഏറ്റെടുത്ത് നടത്തിയ ഒരു ടൈം എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു മാസം നമ്മൾ വ്രതം അനുഷ്ഠിച്ച് ഈ ഒരു സ്ക്രിപ്ചറിന്റെ മെത്തോളജി അനുസരിച്ച് നമ്മൾ ഈ ഒരു മന്ത് വ്രതം അനുഷ്ഠിച്ച് നമ്മൾ എന്തെങ്കിലും കാര്യം, അത് എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ പോസിറ്റീവ് കാര്യങ്ങളായിരിക്കണം. അതായത് നമ്മൾ നെഗറ്റീവായിട്ട് ഒരു കാര്യവും പറയാൻ പാടില്ല, അല്ലെങ്കിൽ വേറൊരാൾക്ക് ഹാം ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിന് ഒരു ബെനിഫിറ്റ് ഇല്ലാത്ത കാര്യങ്ങളോ ആയിരിക്കരുത്. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു തരത്തിലുമുള്ള ഡിസ്ട്രക്ഷൻസ് സംഭവിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈ ഒരു മാസം വ്രതം അനുഷ്ഠിച്ച് പോവുകയാണെങ്കിൽ, വ്രതം എന്ന് പറയുന്നത് എല്ലാ തരത്തിലും അനുഷ്ഠിച്ച് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ 4 സോമവാര വ്രതമെങ്കിലും 4 തിങ്കളാഴ്ചകളും എടുത്തു പോവുകയാണെങ്കിൽ അത് നടക്കും എന്നാണ് പറയപ്പെടുന്നത്. കാരണം ആ ഒരു ടൈമില് ശിവൻ ഇത്രയും നല്ലൊരു ക്രീച്ചേഴ്സിനെയും നോക്കി, ക്രീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ജീവജന്തുക്കളെയും ഒപ്പം സംഹാര രൂപിയായിരുന്നു. അപ്പൊ ആ ഒരു കർത്തവ്യം ഈ ഒരു കർത്തവ്യം എല്ലാം കൂടെ ചെയ്തൊരു മന്തെന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമുക്ക് ഒരു പവർ വരുന്നത്, നമുക്കൊരു സ്പിരിച്വൽ പവർ കിട്ടും, നമുക്കൊരു സ്ട്രെങ്ത് കിട്ടും എന്നൊക്കെയാണ് നമ്മൾ ഈ മാസം വ്രതം അനുഷ്ഠിച്ചാൽ കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്നാണ് ഒരു സ്ക്രിപ്ചർ പറയുന്നത്. ഈ ഒരു മാസം നമുക്ക് ബ്ലെസ്സിങ്സ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് നല്ല മനസ്സോടെ പീസ്ഫുൾ ആയിട്ടിരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് ലോർഡ് ശിവയുടെ പ്രൊട്ടക്ഷൻ കിട്ടും എന്നാണ് ഈ ഒരു മന്തിൽ പറയപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് വേറൊരു സ്ക്രിപ്ചർ അല്ലെങ്കിൽ വേറൊരു മിത്തോളജി പറയപ്പെടുന്നതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും, അത് അത്യാവശ്യം കുറച്ചു പേർക്കൊക്കെ അറിയാം, ശിവന്റെ ആദ്യത്തെ ഭാര്യ എന്ന് പറയുന്നത് സതീദേവി ആയിരുന്നു. അപ്പം ഭയങ്കരമായ ഒരു പ്രശ്നങ്ങളൊക്കെ നടന്നു. അതായത് സതീദേവി സ്വന്തമായിട്ടാണ് അവരുടെ ദേഹം ദഹിപ്പിക്കുന്നത്. കാരണം മഹാദേവന് സതീദേവി കാരണം ഒരുപാട് അപമാനം ഏൽക്കേണ്ടി വന്നു. അങ്ങനെ അഹിതങ്ങൾ സംഭവിച്ചത് കാരണം സ്വന്തമായിട്ട് ശരീരം ദഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അഗ്നികുണ്ഡത്തിൽ ശരീരം ദഹിപ്പിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം 1000 വർഷങ്ങളോളം ശിവൻ സതിക്ക് വേണ്ടിയിട്ട് കാത്തിരുന്നു. ശിവൻ എന്ത് ചെയ്തു? ഒരു ഗാഢമായ തപസ്സിലോട്ട് പോയി 1000 വർഷങ്ങളോളം കാത്തിരുന്നു. അതിനുശേഷമാണ് സതി പുനർജനിച്ച് പാർവതി മാതാവായിട്ട് വരുന്നത്. പാർവതി ദേവിയായിട്ട് വന്നിട്ടും ശിവൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് ശിവന് മനസ്സിൽ എപ്പോഴും സതിയാണ് പാർവതിയെ പുനർജനിച്ചതെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഒരുപാട് സമയമെടുത്തു. അപ്പം എന്നാണ് പാർവതി ജനിച്ചത്? പാർവതി എന്ന് പറയുമ്പം ഹിമവാന്റെയും മൈനാദേവിയുടെയും പുത്രിയായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. അപ്പോ ഈ പാർവതി ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം പാർവതി തന്റെ കൊട്ടാരത്ത് എല്ലാ വേഷഭൂഷാദികളും, അതായത് സ്വർണങ്ങളും രത്നങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് ഒരു സാധാ മനുഷ്യനെ പോലെ കൊട്ടാരത്തിൽ വസിച്ചു. 2ാമത് കൊട്ടാരം വിട്ട് കാട്ടിൽ വസിക്കാൻ തുടങ്ങി. 3ാമത് ശിവന്റെ ലിംഗത്തില് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 4ാമത് പാചകം ചെയ്യുന്ന ആഹാരങ്ങൾ കഴിക്കുന്നത് നിർത്തി പഴങ്ങളും, അതായത് ഫ്രൂട്ട്സും വെള്ളവും മാത്രം കുടിക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഈ ഫ്രൂട്ട്സും കൂടെ നിർത്തി വെള്ളം മാത്രം കുടിച്ച് തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു. പിന്നെ അതും കഴിഞ്ഞപ്പോ വെള്ളം ഉപേക്ഷിച്ച് എയർ, അതായത് വായു മാത്രം എടുത്തുകൊണ്ട് തപസ് അനുഷ്ഠിച്ചു. അതും കാലങ്ങളോളം തപസ് അനുഷ്ഠിച്ചു. അത് ഈ ഒരു മാസങ്ങളിലാണ്, ഈ ഒരു സമയത്താണ് പാർവതി ദേവി അത്രയും കഠിന തപസ് അനുഷ്ഠിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ബാക്കിയുള്ള ദൈവങ്ങൾ പോലും അതിശയിച്ചു പോയി. എങ്ങനെയാണ് പാർവതിക്ക് ഇത്രയും സർവൈവ് ചെയ്യാൻ പറ്റുന്നതെന്ന് അതിശയിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് ഈ ഒരു തപസ്, ഇത്രയും കഠിന തപസ്സിൽ പ്രീതിപ്പെട്ടിട്ടാണ് ശിവൻ വരുന്നതും ശിവന് മനസ്സിലാവുന്നതും ശിവൻ അക്സെപ്റ്റ് ചെയ്യുന്നതും. ഇങ്ങനെയാണ് ഒരു മിത്തോളജി പറയുന്നത്. അപ്പൊ പാർവതി ദേവിയുടെയും അത്രയും തപസ്സെടുത്ത ദിവസങ്ങൾ മാസം എന്നാണ് ഈ സാവൻ മന്തിനെ പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഒരു മിത്തോളജി ഉണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും സബലീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പാർവതി മാതാവ് എടുത്ത തപസ്സിന്റെ ഈ ഒരു മാസത്തിൽ നമ്മളും അത്രയും വ്രതശുദ്ധിയോടെ തപസ് എടുക്കുവാണെങ്കിൽ നമുക്കും അത് നടക്കും എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഈ വ്രതശുദ്ധി എന്ന് പറയുമ്പോൾ പീരീഡ്സ് ഒക്കെ ഇതിനകത്ത് വരത്തില്ല. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം എന്ന് വെച്ചാൽ പാർവതി ജനിച്ചതേ ഒരു മനുഷ്യരൂപേണയാണ് പാർവതി ദേവിയും ജനിച്ചിരിക്കുന്നത്. ഹിമവാന്റെയും മൈനാദേവിയുടെയും പുത്രിയായിട്ട് ഒരു മനുഷ്യരൂപേണ ജനിച്ചത് കൊണ്ട് മനുഷ്യന്റെ
എല്ലാ ഫീലിങ്സും, അതായത് വിശപ്പാണെങ്കിലും ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും അതുപോലെ പീരീഡ്സും മനുഷ്യന്റെ അതേ എല്ലാ ക്യാരക്ടേഴ്സും എല്ലാ ഫീച്ചേഴ്സും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് തന്നെയാണ് പാർവതി ദേവിയും ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു തപസ്യ സമയത്തും ഈ കാര്യങ്ങളൊക്കെ പാർവതിക്ക് വന്നിട്ടുണ്ടായിരുന്നു മെൻസ്ട്രേഷൻ സമയത്ത്. പക്ഷേ പാർവതി എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അത് ഒരു ഫിസിക്കൽ ഫീച്ചറായിട്ടാണ് അത് വരുന്നോണ്ടിരിക്കുന്നത്. അത് ഫിസിക്കൽ ക്വാളിറ്റിയാണ് ഇതിങ്ങനെ പോകുന്നതൊക്കെ. പക്ഷേ ഫിസിക്കൽ ക്വാളിറ്റി ആയിട്ട് പോകണമെങ്കിൽ നമ്മൾ മെന്റലി നമ്മൾ പീസ് ആയിട്ട്, മെന്റലി നമ്മൾ സ്ട്രോങ് ആയിട്ട്, സ്പിരിച്വൽ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമായിട്ട് വരത്തില്ല. കാരണം പാർവതി തപസ്സെടുത്ത അത്രയും സമയവും പാർവതിക്കും മെൻസ്ട്രേഷൻ ഉണ്ടായിരുന്നു, പാർവതി ദേവിക്ക് മെൻസ്ട്രേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാണ് സ്ക്രിപ്റ്റേഴ്സിൽ പറയുന്നത്, ഞാൻ കൂടുതൽ അന്വേഷിച്ചപ്പോഴും മനസ്സിലാക്കിയത്. പക്ഷെ സ്റ്റിൽ ആ ഒരു തപസ് കണ്ടിന്യൂ ചെയ്തു. കാരണം എന്ന് വെച്ചാൽ ശിവൻ ഒരിക്കലും ഒരു റൂൾ അനുസരിച്ച് പോകുന്ന ഒരാളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ചെയ്യുന്ന ആളോ അല്ല. അതായത് എന്താണ് ഇപ്പം മെൻസ്ട്രേഷനായി തപസ് മുടങ്ങി അതുകൊണ്ട് ഇനിയിപ്പോ ഈ തപസ്സിന് ബലമില്ല അങ്ങനെയൊന്നും വിശ്വസിക്കുന്ന ആളല്ല ശിവൻ. അപ്പൊ നമ്മൾ മനഃശുദ്ധിയോടെ പീസ്ഫുൾ ആയിട്ട് നല്ല കാര്യങ്ങൾ ആഗ്രഹിച്ച് നടത്താൽ ഈ ഒരു സമയത്ത് നടക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇനി അടുത്ത് എന്താണെന്ന് വെച്ചാൽ വേറൊരു മിത്ത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പാലാഴി കടന്ന സമയത്ത് 14 ജുവൽസ് ആണ് വന്നത്. അതിനകത്തുള്ള 13 എണ്ണവും ദേവന്മാരും അസുരന്മാരും സ്പ്ലിറ്റ് ചെയ്തെടുത്തു. പക്ഷെ 14ാമത്തെ എണ്ണം എന്ന് പറയുമ്പോൾ കാളകൂട വിഷം, ഹലാല എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്, കാളകൂട വിഷം ഉണ്ടായിരുന്നു. അത് ആരും എടുക്കാണ്ടിരുന്ന സമയത്ത് ശിവനാണ് വന്നിട്ട് അത് 2 കൈയിൽ എടുത്തിട്ട് ആ ഒരു കാളകൂടം വിഷം കഴിച്ചത്. അപ്പോഴത്തേക്കും പാർവതി മാതാവ് വന്നിട്ട് ശിവന്റെ ത്രോട്ടിൽ ഇങ്ങനെ പിടിച്ചു. കാരണം അത് ബോഡി ഫുള്ള് പോയി ഒന്നും സംഭവിക്കാതിരിക്കും പിടിച്ചു. വിഷ്ണു ഭഗവാൻ വന്നിട്ട് വായ ഇങ്ങനെ പൊത്തിപ്പിടിച്ചു. കാരണം അത് താഴെ പോയി പുറത്തോട്ട് പുറന്തള്ളാണ്ടിരിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു ബ്ലൂ കളർ ഫോം അവിടെ ഫോം ചെയ്തു. അങ്ങനെ നീലകണ്ഠൻ എന്ന പേരിലും അറിയപ്പെട്ടു. അപ്പൊ ആ ഒരു ടൈമിൽ ശിവന് ബേൽ ലീവ്സ്, അതായത് 3 ഇടകളുള്ള ഇങ്ങനത്തെ ലീവ്സ് ഉണ്ട്. ബേൽ ലീവ്സ്, വാട്ടർ, പാല്, അങ്ങനെ കുറെ സാധനങ്ങൾ ഈ ഒരു ടൈമിൽ കൊടുത്തിട്ട് ശിവനെ പ്രീതിപ്പെടുത്തി. കാരണം ശിവന്റെ സ്ട്രെങ്ത് തിരിച്ചു വരുത്താനും ശിവൻ ഫിസിക്കലി നേരെ ആവാനൊക്കെ വേണ്ടി ശരിയാക്കിയ സമയം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് തപസ് ചെയ്യണമെന്ന് വെച്ചാൽ ശിവനെ നമ്മൾ പ്രീതിപ്പെടുത്തുക. അതായത് ശിവന് ഏറ്റവും നല്ലൊരു മാസം എന്നാണല്ലോ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു കൺസെപ്റ്റ് കൂടി ഇതിനകത്തുണ്ട്. ഇനി അടുത്ത് വേറൊരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഈ മാർക്കണ്ഡേയൻ എന്ന് പറയുന്നത്, മാർക്കണ്ഡേയന് കുറച്ച് വർഷം വരെ ജീവിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കാലൻ വന്നിട്ട് മാർക്കണ്ഡേയനെ കൊല്ലാൻ വേണ്ടി വന്ന സമയത്ത് മാർക്കണ്ഡൻ ശിവഭഗവാന്റെ ലിംഗത്തിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് മഹാമൃത്യുഞ്ജയ ഹോമം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം ഈ കാലൻ ഈ കയറിടുമ്പോഴത്തേക്കും ശിവന്റെ കഴുത്തിലും കൂടെ ആണല്ലോ ഇടേണ്ടി വരുന്നത്. അങ്ങനെ കുറച്ച് കഥകളൊക്കെ നടന്നതിന് ശേഷം ശിവൻ തപസ് കൊടുത്തിട്ട് കുറച്ചുകൂടെ കാലം ജീവിക്കാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് ഇങ്ങനെ ഈ ഒരു ടൈമിൽ പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല ഹെൽത്ത് കിട്ടും എന്നും പറയപ്പെടുന്നുണ്ട്. ഇനി അടുത്ത് എന്താണ് ഈ സാവൻ വ്രതം എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നോൺ വെജ് ഫുള്ള് മാറ്റണം, ഒനിയൻസ് മാറ്റണം, ഗാർലിക് മാറ്റണം. പിന്നെ ഇങ്ങനത്തെ നോൺ വെജ് മാത്രം മാറ്റിയിട്ട് വെജ് മാത്രം ഭക്ഷിച്ച് ഫ്രൂട്ട്സ് മാത്രം കഴിച്ചുകൊണ്ടൊരു സാവൻ വ്രതം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൺഡേസിലാണെങ്കിൽ രാവിലെ എണീച്ച് കുളിച്ച് നമുക്ക് അമ്പലത്തിൽ പോകാൻ ഒരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അമ്പലത്തിൽ പോകാം. ഇല്ലെങ്കിൽ ഒരു ഓം നമഃ ശിവായ മന്ത്രം ശിവന്റെ ഒരു ഫോട്ടോയുടെ മുമ്പിൽ, ലിംഗത്തിന്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞിട്ട് ലൈറ്റ് പോകുന്നതാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടോ, പുറത്ത് വെച്ചെടുക്കണം. അപ്പം നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം അന്നത്തെ ദിവസം, അതായത് തിങ്കളാഴ്ച സോമവാര വ്രതം, തിങ്കളാഴ്ച വ്രതത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ അന്നത്തെ ആ ഒരു ദിവസം നമ്മള് ഭയങ്കരമായിട്ട് എന്താണ് ഫ്രൂട്ട്സ് മാത്രം കഴിച്ച്, അല്ലെങ്കിൽ ചിലർക്ക് ഒന്നുമില്ല വെള്ളം മാത്രം കഴിക്കുന്ന വ്രതം എടുക്കും, ചിലർ ഒന്നും കഴിക്കാതെ എടുക്കുന്നുണ്ട്. അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതിനെടുക്കാം. ഇനി ഇതിനൊരു സയന്റിഫിക് ബേസും കൂടെ ഉണ്ട്. സയന്റിഫിക് ബേസ് എന്ന് വെച്ചാൽ നമുക്ക് സെൽഫ് കൺട്രോൾ വരും, നമ്മുടെ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു ടൈമിൽ ഡീടോക്സിഫിക്കേഷൻ നടക്കും. അതായത് നമുക്ക് ബോഡിക്ക് ഒരു ബ്രേക്ക് കിട്ടും. കാരണം നമ്മുടെ എല്ലാ നല്ല ഫുഡ്സ് മാത്രമേ ഇപ്പോൾ കഴിക്കുന്നുള്ളൂ. ബോഡിക്ക് ഒരു ബ്രേക്ക് കിട്ടും. അതുപോലെ ബെറ്റർ ഡൈജഷൻ, വെയിറ്റ് കൺട്രോൾ, മെറ്റബോളിസം, ഇതിനൊക്കെ നല്ലതാണ്. പിന്നെ ഒരു പീസ്ഫുൾ മൈൻഡിന് നല്ലതാണെന്നാണ് പറയുന്നത് ഈ ഒരു സാവൻ വ്രതം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കാൻ പറ്റുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്രതം എടുക്കുക. ഒരു ശിവന്റെ പാത്തിലോട്ട് പോകാൻ പറ്റുന്ന ഒരു വഴി എന്നും നമുക്ക് പറയപ്പെടാം. അപ്പൊ ഇന്ന് സോമവാര വ്രതം എടുക്കാൻ പറ്റില്ല, ഇപ്പൊ നെക്സ്റ്റ് 21 സോമവാര വ്രതം ഉണ്ട്, അന്നെങ്കിലും എടുക്കാൻ താല്പര്യമുള്ളവരോട്ട് ഞാൻ നിർബന്ധികൾ എടുക്കുക. നിങ്ങൾക്ക് ഇനിയും ഇതേപോലത്തെ വീഡിയോസോ എന്ത് തരത്തിലുള്ള വീഡിയോസ് ആണെന്ന് വെച്ചാൽ അത് കോമന്റ് സെക്ഷനിൽ DM ഒന്ന് പറയുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്. ഇനി പുതിയ പുതിയ വീഡിയോസ് ഉണ്ടായിരിക്കും. ബൈ.